ഹലോ, നല്ലൊരു ചിക്കൻ റാപ്പ് ഉണ്ടാക്കിയാലോ? ഇതൊരൊറ്റ ഒന്ന് കഴിച്ചാൽ തന്നെ മതി, നമ്മുടെ വയറ് നല്ലോണം ഫില്ലാവും. അതിനാദ്യം തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് അതിൻ്റെ നടു വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര് എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഈ ചിക്കൻ റാപ്പിലേക്ക് കുറച്ച് പൊട്ടാറ്റോ ഫ്രൈൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 പൊട്ടാറ്റോ എടുത്ത് തൊലി കളഞ്ഞിട്ട് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കുക. മസാല പുരട്ടിയ ചിക്കന് ഞാൻ എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലും കുക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റാണ് ഒരു സൈഡ് കുക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഈ ചിക്കൻ കുക്കാവുന്ന സമയം കൊണ്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പൊട്ടാറ്റോ നമുക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ ഒന്ന് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മേലെയും കുറച്ച് ടിഷ്യൂ പേപ്പർ വെക്കാം. നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. നമ്മുടെ ചിക്കന് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചിക്കൻ മറിച്ചിട്ട് ഒരു 8 മിനിറ്റ് കൂടെ 200 ഡിഗ്രിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഡ്രൈ ആക്കി വെച്ച പൊട്ടാറ്റോ പീസിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു അല്പം മാത്രം ഓയിൽ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് പൊരിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലിട്ടിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കാവുന്നതുമാണ്. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ 7 മിനിറ്റാണ് ഞാനിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന സമയം. 7 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ മുകൾ ഭാഗം നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കുക. 4 മിനിറ്റിന് ശേഷം നല്ലോണം എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റാപ്പിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് നന്നായി ചെറുതായി കട്ട് ചെയ്യുക. സവാള, കാബേജ്, ക്യാരറ്റ് പൊടിയായി അരിയുക. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഈ പൊട്ടാറ്റോ ഫ്രൈയും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് മയോണൈസാണ് ഞാൻ ചേർക്കുന്നത്. ഇനി മയോണൈസ് താല്പര്യമില്ലാത്തവർക്ക് യോഗേർട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഉപ്പ് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന കുബൂസ് ഗോതമ്പ് പൊടിയും മൈദയും കൂടി ചേർത്ത് ഉണ്ടാക്കിയതാണ്. കുറച്ച് മാത്രം മൈദ ചേർത്തിട്ടുള്ളൂ. കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അതിൽ ചേർത്തിയിട്ടില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടുമെന്ന് എഴുതിയിട്ട്. ഇനി നമ്മൾ ഈ ഫില്ലിങ് അതിലേക്ക് നിറച്ച് നല്ലോണം ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റാപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചിക്കൻ റാപ്പ് തയ്യാറാക്കാൻ. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്, നല്ല ഫില്ലിങ്ങുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.